ഇതിൽ നിന്ന് എനിക്കൊരാളെ സേവ് ചെയ്യണമെങ്കിൽ അനീഷ് ആരുടെ പേര് പറയും? എന്താ സംഭവം? പറ കേക്കട്ടെ. വേറെ ആരുമല്ല, ഷാനവാസ് ഇവിടെ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ പ്രശ്നം നടക്കില്ല. ഷാനവാസിനെ നോമിനേറ്റ് ചെയ്ത ആളും അനീഷാണ് അല്ലേ? അതെ അതെ. എനിക്കിപ്പോ എന്താ അങ്ങനെ എന്തോ എനിക്കങ്ങനെ തോന്നി. അല്ല, ഷാനവാസ് ഈ പറയുന്ന പോലെ ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു. ശരി, അവൻ എന്നോട് നോണ പറയാൻ തുടങ്ങിയില്ലേ? എന്നിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ചെറിയച്ഛൻ ഇത്രയും വലിയൊരു സംഭവമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നു. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരുപാട് വിഷയങ്ങളുടെ പേരിലാണ് ഞാൻ നോമിനേറ്റ് ചെയ്തത്. എനിക്ക് ഷാനവാസ് ഇവിടെ നിൽക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. അതാ ഉള്ളിന്റെ ഉള്ളില്. അതെ അതെ. ഉള്ളിന്റെ വെളിയില് നോമിനേഷനും ഉണ്ട്. നിന്നെ ഞാനുണ്ടല്ലോ. ഇയാളെ ഭീമ, നീ ഒന്ന് സമാധാനപ്പെടുക. ഇതിലൊരാളെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരുടെ പേര് പറയും? ഇനി നീ എങ്ങാനും മോളെ പറയും. എന്താ കാര്യം? അല്ല, എന്താ അനീഷിനെ പറയാത്ത? ഒഴിവാക്കിക്കളന്നല്ലേ. ഇതൊക്കെ സ്ഥിരം ഏർപ്പാടാണ്. അയ്യോ സോറി, ഞാൻ അനീഷിനെ ഞാൻ കണ്ടില്ല. വിഷമമുണ്ടാവും, പക്ഷെ ഇടിച്ചു നിന്നോളാം. അവൾക്കറിയാം ഞാനും അനീഷിനും. അതിപ്പോ അവളോട് ചോദിച്ചാലും അവൾ പറയുന്നത് അനീഷിനായിരിക്കും. അത് ഒറ്റയ്ക്ക് തീരുമാനിച്ചാ മതിയോ? ആണോ അനുമോൾ അങ്ങനെ പറയോ? പറയില്ല കേട്ടാ, പറയില്ലെന്ന്. ഏറ്റില്ല അല്ലേ? ഇല്ല. അല്ല, ഞാൻ അനീഷിനെ പറയുള്ളൂ. 100% പറഞ്ഞില്ലല്ലോ, നിങ്ങൾ പറഞ്ഞില്ലല്ലോ. സത്യം കൂടുതൽ വർത്താനൊന്നും പറയണ്ട.